ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ചപ്പാത്തിക്ക് അതുപോലെ തന്നെ സാദാ ചോറിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ഒരു രീതിക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ചാറൊന്നും ഇല്ലാതെ നമ്മൾ നല്ല ഡ്രൈ ആക്കിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് ചിക്കനൊന്നും ഉണ്ടാക്കുന്നില്ല. വളരെ കുറച്ച് മാത്രം ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡ്രൈ ആക്കി ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് സൈഡും തിരിച്ച് മറിച്ച് വിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കാര്യം നമ്മളിത് കറി വെക്കുമ്പോൾ വെന്ത് കിട്ടുന്ന സമയത്ത് ഇതങ്ങ് പൊടിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് കഷ്ണങ്ങളൂടെ ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാം. ഇനിയും ഈ എണ്ണ കളയണ്ട. ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 3 വലിയ സവാളയാണ് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് കഴിയും. അതിനുശേഷം ഇതിലേക്ക് 2 പച്ചമുളകാണ് ഒന്ന് കീറിയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഈ സവാളയൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയേ. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ സവാളയും എല്ലാം ഒന്ന് നന്നായിട്ട് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ 3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2 തക്കാളിക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് പഴുത്ത തക്കാളിക്ക തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എങ്കിൽ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ആ സവാളയും എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ എരിവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പച്ചമണമൊക്കെ ഈ പൊടികളുടെയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ പച്ചമണമൊക്കെ പൊടികളുടെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിനി വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഇത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അടച്ച് വെച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം ഇപ്പോൾ തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത്, നന്നായിട്ട് ചൂടാക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. ചൂടായ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചു വേവിക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഗരം മസാലയ്ക്കായിട്ട് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക്, പെരിഞ്ചീരകം, 3 ഏലയ്ക്ക, 2 ഗ്രാമ്പു, 2 പട്ട ഇത്രയൊന്ന് വറുത്താണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതിനിടയിൽ ഞാൻ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടപ്പൊക്കെ തുറന്നിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് വീണ്ടും ഒന്നുകൂടി വേവിക്കുക. ഇപ്പോൾ കഷ്ണങ്ങളൊന്നും വെന്തിട്ടില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തേ ഉള്ളൂ. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്.
നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത വെള്ളം കൊണ്ട് ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. പച്ചവെള്ളം ഒഴിക്കരുതെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം കൊണ്ട് ഒന്നും ഈ ചിക്കൻ വെന്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ചേർത്ത് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചപ്പോഴേക്കും ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിക്കാനായിട്ട് ഗരം മസാലയൊക്കെ ഒന്ന് വറുത്ത് വെച്ചിരുന്നല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് ഈ ഒരു സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതല്ല നേരത്തെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ മണമൊക്കെ അങ്ങ് പോകും. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം വേണം ഈ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ നമ്മൾ ആദ്യം വെള്ളം ചേർത്ത് കൊടുത്ത സമയത്ത് കുറച്ചേറെ വെള്ളം ചേർത്ത് കൊടുത്ത് ചാറ് പോലെ വേണമെങ്കിൽ ഇത് തയ്യാറാക്കാം. ഞാനിവിടെ ചാറായിട്ട് എടുക്കുന്നില്ല, ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് ഇനി ഞാനിതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ മസാലപ്പൊടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ അളവിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരുപാട് സമയം വെച്ച് ഇളക്കി ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അടപ്പ് വെച്ച് അങ്ങ് അടച്ചു കൊടുക്കുക. നമുക്ക് എപ്പോഴാണോ കഴിക്കേണ്ട ആ ഒരു സമയത്ത് എടുത്താൽ മതി. ചൂടോടുകൂടി തന്നെ കഴിക്കുക കേട്ടോ, അതായിരിക്കും നല്ലത്. ഒത്തിരി അങ്ങ് തണുത്ത് പോകാതെ ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. ഇനി നല്ല വെറൈറ്റി ഒരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്